താങ്ക് യു ലോർഡ് ജീസസ്. കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ആമേൻ സ്നേഹതരും പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിലും ആമേൻ ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് ആരോഗ്യവും ബലവും നൽകി നിർത്തിയിരിക്കുന്ന വിശ്വസ്തതയോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ആമേൻ ഭൂകമ്പങ്ങൾ അല്ലേ, യുദ്ധശ്രുതികൾ ആമേൻ ജനപരഭരാന്തരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ജനതകളെ അതിലേക്ക് നയിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ ഹല്ലേലൂയ മനുഷ്യനെ ആമേൻ ഹല്ലേലൂയ വിവിധ തരങ്ങളിൽ ആമേൻ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ആത്മാവിൻ്റെ ശക്തിയെ പിന്നെയും പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിലും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീർന്ന ദൈവമക്കൾ നന്ദിയോടെ ആ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ആമേൻ 34ാമത്തെ രാത്രി. ഹല്ലേലൂയ. ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ തുടർമാനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ 34ാമത്തെ രാത്രി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വീണ്ടും ഒരു രാത്രി കൂടെ 11/8/2026 ചൊവ്വാഴ്ച രാത്രി ആമേൻ ഹല്ലേലൂയ 2026 223ാമത്തെ ദിവസം രാത്രി ആമേൻ കൂടി വരുവാൻ ദൈവമായി കർത്താവ് ആമേൻ കൃപ ചെയ്തല്ലോ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് ഇന്ന് രാത്രിയിലും നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം വാതിലടഞ്ഞാലും പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. കാരണം ദൈവം പുതിയ വഴി തുറക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് കയ്യെ ആമേൻ പിടിച്ചൊന്ന് പറ, വാതിലടഞ്ഞാലും പ്രാർത്ഥന നിർത്തരുത്. ആമേൻ ദൈവം പുതിയ വഴി തുറക്കും, തുറക്കും, തുറക്കും. ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ആമേൻ നാം വായിക്കുന്ന വചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നീ അറിയാത്തതും ആമേൻ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ മഹത്തായ കാര്യങ്ങൾ നിന്നെ അറിയിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നീ അറിയാത്തതും ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ മഹത്തായ കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. ഇന്ന് വരെ നീ അറിയാത്തത്, ഇന്ന് വരെ നീ പ്രാപിച്ചിട്ടില്ലാത്തത്, ഇന്ന് വരെ നീ രുചിച്ചിട്ടില്ലാത്തത് അനുഭവിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. സങ്കീർത്തനം, അതെ, സത്യവേദ പുസ്തകത്തിന്റെ മധ്യപുസ്തകമായ സങ്കീർത്തനം 37:5. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയാൽ രചിച്ച സദൃശവാക്യങ്ങൾ 3:5-6. ഹല്ലേലൂയ. ആമേൻ. ഈ 34ാമത്തെ രാത്രിയിലും തുടർമാനമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് ആമേൻ സഭയിലായിരിക്കുന്ന ജനത്തെ ഓർപ്പിച്ചുണർത്തിയ അപ്പോസ്തലൻ എഴുതിയ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 34:17-18. ആമേൻ. ഹല്ലേലൂയ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അടിയനിതാ
ഇങ്ങനെ അയക്കണമേ എന്ന് സമർപ്പിച്ച് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43:19. ഇന്ന് രാത്രി ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ആമേൻ ജീവിതങ്ങളിൽ പരിവർത്തിക്കുവാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ്, ആമേൻ, ആമേൻ, 34ാമത്തെ രാത്രി, ആമേൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ആമേൻ. സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഈ അനുഗ്രഹീത കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം വളരെ ലളിതമാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ് ആമേൻ, വാതിൽ. ഹല്ലേലൂയ. അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ ഉടൻ നമ്മൾ ആമേൻ തുറക്കുന്നത് ആമേൻ റൂമിന്റെ ഡോറാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ആമേൻ അപ്പുറത്തേക്ക് വന്നാൽ അടുത്ത ഡോറ് ഓപ്പൺ ആക്കുകയാണ്. അല്ലേ? എല്ലാ ദിവസവും ആമേൻ ഡോറുകൾ ഓപ്പൺ ചെയ്യുന്നവരാ. അല്ലേ? ഇന്നലെ ഓപ്പൺ ചെയ്ത ഡോറ് വീണ്ടും എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. വാതിൽ അടഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ ആമേൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ജോലിക്ക് വേണ്ടി ആയിരിക്കാം കാത്തിരിക്കുന്നത്. ഒരു വിവാഹത്തിന് വേണ്ടിയായിരിക്കാം കാത്തിരിക്കുന്നത്. ഒരു കുടുംബ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരിക്കാം ആമേൻ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു രോഗശാന്തിക്ക് വേണ്ടിയായിരിക്കാം ഇന്ന് രാത്രി കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മകന്റെ അല്ലെങ്കിൽ മകളുടെ ആമേൻ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ കാത്തിരിക്കുകയായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ പല തവണ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി മറുപടി കാണുവാൻ പല ആവർത്തി പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ഒരുപക്ഷേ മറുപടി കാണാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോഴും വാതിൽ തുറന്നിട്ടില്ല. ആമേൻ. ഇപ്പോൾ നമുക്ക് തോന്നും, കർത്താവേ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം അതിനുള്ള മറുപടിയാണ്. വാതിൽ അടഞ്ഞത് കൊണ്ട് ദൈവം ഇല്ലാതായിട്ടില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവം ഒരു വാതിൽ അടയ്ക്കും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വാതിൽ തുറക്കുകയില്ല. പക്ഷേ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ചരിത്രം അവസാനിക്കുന്നില്ല. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാനൊരു റിക്വസ്റ്റ് പറയാം. ചിലരുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടാത്തത് കൊണ്ട് ആമേൻ ജീവിതം സ്വയം അവസാനിപ്പിക്കുകയാണ്. മക്കളുടെ വിവാഹം, ഭവനത്തിന്റെ പണി, ബാങ്കിലെ ലോണ്, വസ്തുവിന്റെ വിൽപ്പന, അങ്ങനെ വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വാതിലുകൾ തുറക്കപ്പെടാത്തത് കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ വെറും കേൾവിക്കാരായി നിന്ന് പോകാതെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്താൽ ഒരുപക്ഷേ പ്രതീക്ഷിച്ച വാതിലുകൾ തുറക്കപ്പെടാത്തത് കൊണ്ട്
ഇന്ന് രാത്രിയിലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ നിത്യതയ്ക്ക് വേണ്ടി നേടുവാൻ നിങ്ങളുടെ ഒരു ഷെയർ തയ്യാറാകും. ഷെയർ മതിയാകും. ഹല്ലേലൂയ. കേൾക്കാൻ പോകുന്ന വചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ആത്മഹത്യയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കും. പ്രത്യാശയിലേക്ക് അവരെ നയിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:19 ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ പഴയ വാതിലിലേക്ക് മാത്രം നോക്കുമ്പോൾ ദൈവം തുറക്കാൻ പോകുന്ന പുതിയ വഴി കാണാതെ പോകാം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയൂ, കർത്താവേ, ഞാൻ അടഞ്ഞ വാതിലിൽ മാത്രം നോക്കാതെ നിന്നിലേക്ക് നോക്കും. ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഇന്ന് രാത്രി നിന്നെ സഹായിക്കുന്നവൻ, നിന്നെ ശക്തീകരിക്കുന്നവൻ, നിന്നെ ബലപ്പെടുത്തുന്നവൻ, ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, അൻപുള്ള പിതാവേ, എനിക്കടഞ്ഞതായി തോന്നുന്ന വാതിലുകൾ അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. ഞാൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം നോക്കാതെ നീ ഒരുക്കുന്നതിലേക്ക് നോക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ഇന്ന് രാത്രി വചനത്തിന്റെ വാതിലുകളെ തുറക്കണമേ. ജീവിതങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഇനി നമുക്ക് കുറച്ച് സമയം ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ നിമിഷം ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നന്ദിയോടെ ആരാധിക്കാം. വേദനയുണ്ടെങ്കിൽ കണ്ണുനീരോടെ ആരാധിക്കാം. നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും വിശ്വാസത്തോടെ ആരാധിക്കാം. കാരണം ദൈവം നമ്മുടെ മറുപടികളെക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. നമുക്ക് പറയാം, യേശുവേ നീ മതി, നിൻ സാന്നിധ്യം മതി, നീ ഉള്ളത് മതി. ഹല്ലേലൂയ. എന്റെ വഴി എനിക്കറിയില്ലെങ്കിലും നീ അറിയുന്നു. എന്റെ നാളെ എനിക്കറിയില്ലെങ്കിലും എന്റെ നാളെ നിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. വാതിലടഞ്ഞാലും ഞാൻ തളരില്ല. യേശുവേ, നിന്നിൽ ഞാൻ വിശ്വസിക്കും. വഴി കാണാതിരുന്നാലും ഞാൻ പേടിക്കുകയില്ല. എൻ കൈ പിടിക്കാൻ നീ ഉണ്ടല്ലോ. എന്റെ കണ്ണുനീർ നീ കാണുന്നവനെ, എൻ മൗനം നീ കേൾക്കുന്നവനെ, ഞാൻ കാത്തിരിക്കുന്ന കാര്യം നീ അറിയുന്നു. എൻ ഹൃദയത്തിലെ ഭാരം നീ അറിയുന്നു. തുറക്കേണ്ട വാതിൽ നീ തുറക്കണമേ. പോകേണ്ടുന്ന വഴി നീ നടത്തണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. വാതിലടഞ്ഞാലും ഞാൻ തളരില്ല.
എൻ യേശുവേ, നിന്നിൽ ഞാൻ വിശ്വസിക്കും. വഴി കാണാതിരുന്നാലും ഞാൻ പേടിക്കില്ല. എൻ കൈ പിടിക്കാൻ നീയുണ്ടല്ലോ. എൻ കണ്ണുനീർ നീ കാണുന്നവനേ, എൻ മൗനം നീ കേൾക്കുന്നവനേ. ഞാൻ കാത്തിരിക്കുന്ന കാര്യം നീ അറിയുന്നു. എൻ ഹൃദയത്തിലെ ഭാരം നീ അറിയുന്നു. തുറക്കേണ്ട വാതിൽ നീ തുറക്കണമേ. പോകേണ്ട വഴിയിൽ നീ നടത്തണമേ. എനിക്ക് അറിയാത്ത വഴിയിലൂടെ പോലും നിൻ കൈ പിടിച്ചു ഞാൻ മുന്നോട്ട് പോകും. എൻ വീടും കുടുംബവും നിനക്കായി തരും. എൻ മക്കളെ നിൻ കയ്യിൽ ഏൽപ്പിക്കും. നീ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. നീ സംസാരിച്ചാൽ എൻ ഹൃദയം ശാന്തമാകും. പഴയ വഴികൾ അടഞ്ഞാലും പുതിയ വഴി നീ ഒരുക്കണമേ. നീയേ എൻ വഴി, നീയേ എൻ പ്രത്യാശ, നീയേ എൻ ആശ്രയം. യേശുവേ, നീയെല്ലാം ഞാൻ കാത്തിരിക്കും. ഞാൻ വിശ്വസിക്കും. നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആ കർത്താവിൽ ആശ്രയിക്കും? ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നീയേയല്ല, ഞാൻ കാത്തിരിക്കും, ഞാൻ വിശ്വസിക്കും, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കും. കരമടിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അടഞ്ഞ വാതിൽ ദൈവത്തിന്റെ അവസാനമല്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടയുമ്പോൾ നമുക്ക് വേദനിക്കും. കാരണം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ലോകത്തിൽ പലരും പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നേർച്ചകൾ, കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാകും. ഹല്ലേലൂയ. അനവധി നിരവധി മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഫലം കാണാതാകുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ ഹൃദയം വേദനിക്കും. ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ ചിലപ്പോൾ പിന്നീട് മനസ്സിലാകും, ആ വാതിലുകൾ തുറന്നിരുന്നെങ്കിൽ നമ്മൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയേനെ. അതുകൊണ്ട് എല്ലാ അടഞ്ഞ വാതിലും ശാപമല്ല.
ഹല്ലേലൂയ. ചില അടഞ്ഞ വാതിലുകൾ ദൈവത്തിന്റെ സംരക്ഷണമാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ഈ വചനം എത്ര മനോഹരമാണ്. ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യൻ അടയ്ക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ഹല്ലേലൂയ, ആമേൻ. വാതിൽ തുറക്കാൻ ശ്രമിക്കേണ്ടതില്ല. പിന്നെ നാം എന്താ ചെയ്യേണ്ടത്? ദൈവം തുറക്കുന്നത് വരെ വിശ്വസിച്ച് കാത്തിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിന് തയ്യാറാണെങ്കിൽ ആമേൻ, നിരാശപ്പെടേണ്ടി വരില്ല. ചിലപ്പോൾ ഇല്ല എന്ന മറുപടിയും അനുഗ്രഹമാണ്. നമ്മൾ ദൈവത്തോട് കർത്താവേ ഇതെനിക്ക് തരണമേ എന്ന് പറയും. ദൈവത്തിന്റെ മറുപടി ചിലപ്പോൾ അതെ, ചിലപ്പോൾ അല്ല, ചിലപ്പോൾ ഇപ്പോൾ അല്ല, ചിലപ്പോൾ ഇത് അല്ല എന്നായിരിക്കും. ചിലപ്പോൾ അതേ എന്നാകും, ചിലപ്പോൾ ഇപ്പോൾ അല്ല എന്നാകും. ആമേൻ. ചിലപ്പോൾ ഇല്ല എന്ന മറുപടി ആയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതെ, ഇല്ല എന്ന മറുപടി കേൾക്കുമ്പോൾ ഹൃദയം വേദനിക്കും. പക്ഷേ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില മേഖലയ്ക്കകത്ത് നിന്ന് ദൈവം നമ്മെ മാറ്റി നിർത്തിയേക്കാം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അവസാനം പറയുക, ആമേൻ, പഠിക്കണം. കർത്താവേ, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, എനിക്ക് നല്ലത് നീ ചെയ്യണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ വാതിലുകൾ തുറക്കപ്പെടുന്നു, ആമേൻ, എന്ന് പറയുമ്പോൾ സ്തോത്രം പറയുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഹല്ലേലൂയ. വായിച്ചാൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. സഭ ശ്രദ്ധയോടെ ആമേൻ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ശ്രദ്ധിക്കണം പ്രിയരെ, പത്രോസ് തടവിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് ജാഗ്രതയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് ജയിലിലായിരുന്നു. അവന്റെ മുന്നിൽ ആമേൻ ജയിലിന് ചുറ്റുമുള്ള മതിലുണ്ടായിരുന്നു. അതിന് പുറത്ത് കാവൽക്കാരുണ്ടായിരുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ ആമേൻ രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. പക്ഷെ സഭ എന്ത് ചെയ്തു പ്രിയരെ? അവർ പ്രാർത്ഥിച്ചു. അവരുടെ കയ്യിൽ താക്കോലില്ലായിരുന്നു. അവരുടെ കയ്യിൽ താക്കോൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ജയിലിന്റെ വാതിൽ തുറക്കുവാൻ കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ. അവരെ പരിചയമുള്ള ആരും
ഉദ്യോഗസ്ഥന്മാരായി ഉണ്ടായിരുന്നില്ല. പൗലോസിനെയും ശീലാസിനെയും അതിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ മാനുഷികമായ ഒരു ബന്ധങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പരിചയങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. പൗലോസിനെയും ശീലാസിനെയും അറിയുന്നവർക്ക് ആ ജയിലിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരൊരു കാര്യം ചെയ്യുവാൻ ഇടയായി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അവർക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. പിന്നെ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ അതെ കൈകാര്യം ചെയ്യുവാൻ, നിങ്ങളെ സഹായിക്കാൻ മാനുഷികമായ ഒരു ബന്ധങ്ങളും മുമ്പോട്ട് വന്നില്ലായിരിക്കാം, വരത്തില്ലായിരിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, കരയുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്വീകരിച്ചോ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജയിൽ എന്താണ്? ഒരുപക്ഷെ അതൊരു സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ഒരുപക്ഷെ ഒരു കുടുംബ പ്രശ്നമായിരിക്കാം, ഒരുപക്ഷെ ഒരു തെറ്റായ ശീലമായിരിക്കാം, ഒരുപക്ഷെ വർഷങ്ങളായി മാറാത്ത ഒരു സാഹചര്യം, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം മനസ്സിലെ ഭയം. എന്തായാലും ദൈവത്തിന് വഴി തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് കഴിയാത്തടുത്ത് ദൈവത്തിന് കഴിയും. ഓ ഷറകബബറസ് അൽകബനഗ സന്ധരാധന റീഗൽ കമനഗദരഗസി യൂഡമനഗദരഗസി. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, സുവിശേഷത്തിന് വേണ്ടി അവൻ അടികൊണ്ട് ആ കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് അവൻ എത്തപ്പെട്ടത് അവിടം കൊണ്ട് തീരാനല്ല, അവിടം കൊണ്ട് ആത്മാവ് അടുത്തൊരു ശുശ്രൂഷ അവൻ ചെയ്തെടുക്കുക, ഒരു ആത്മമണ്ഡലം ഓപ്പൺ ആകുവാൻ. ഓ പരിചയക്കാര് വന്നില്ല കേട്ടോ, സ്വന്തക്കാര് വന്നില്ല കേട്ടോ, ചാച്ചക്കാര് വന്നില്ല കേട്ടോ. ഓ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് സുവിശേഷത്തിന് വേണ്ടി അടികൊണ്ട് കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവർക്ക് വേണ്ടി ചലിച്ചൊരു കരം ഇന്ന് രാത്രി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ആത്മഭാരത്തോടെ ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കഴിയാത്തടുത്ത് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനം 34:17 ആമേൻ. അവിടെ നമുക്ക് ഇപ്രകാരമാണ് ആമേൻ വായിക്കുവാൻ കഴിയുന്നത്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹല്ലേലൂയ. നീതിമാന്മാർ നിലവിളിച്ചു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. കഷ്ടങ്ങളിൽ നിന്നും, ഓ അല്പം കഷ്ടങ്ങളിൽ നിന്നല്ല, അല്പം വേദനകളിൽ നിന്നല്ല, അല്പം പ്രശ്നങ്ങളിൽ നിന്നല്ല, സകല കഷ്ടങ്ങളിൽ നിന്നും, സകല
അനർത്ഥങ്ങളിൽ നിന്നോ ഇന്ന് രാത്രി നിന്നെ വിട്ടുപിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിമാന്മാർ നിലവിളിച്ചു. ഓ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ശ്രദ്ധിക്കൂ, അവർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ. സോദോം ഗൊമോറയെ തീ കൊണ്ട് നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടപ്പോ അബ്രഹാമിനോട് അറിയിച്ച ദൂത് സ്വീകരിച്ച് അബ്രഹാം ദൈവത്തോട് ആമേൻ വാദിക്കുകയാ. 100 പേരുണ്ടെങ്കിൽ, 50 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അവന്റെ ചോദ്യത്തിനൊത്തവണ്ണം കണ്ടില്ല, ആ പട്ടണത്തെ നശിപ്പിച്ചു കേട്ടോ. പക്ഷേ പട്ടണം നശിച്ചപ്പോഴും ആമേൻ പ്രാർത്ഥനയുടെ ഫലമായി തന്റെ സഹോദരന്റെ പുത്രനായ ലോത്തിനെ ആമേൻ രക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ആമേൻ ന്യായവിധി ആമേൻ ചില പട്ടണത്തിനകത്ത്, ചില രാജ്യത്തിനകത്ത്, ചില കുടുംബത്തിനകത്ത് ആമേൻ സംഭവിക്കുമ്പോൾ അതിനകത്ത് അകപ്പെട്ട് തകർന്നു പോകാതിരിക്കുക നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ചില പ്രതികൂലത്തിനകത്ത് നിന്ന്, ചില പ്രതിസന്ധിക്കകത്ത് നിന്ന്, ചില അനർത്ഥത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുന്ന ആ വിടുതലിന്റെ കരം. നീതിമാന്മാർ നിലവിളിച്ചു. ഹല്ലേലൂയ. പ്രിയരേ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. നീതിമാൻ ആരുമില്ല, ഒരുത്ത പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പ്രിയരെ, ഉലകത്തിൽ ജനിക്കുന്നവരെല്ലാം ഹല്ലേലൂയ പാപികളായി ജനിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന പാപത്തിൽ നിന്ന്, പാപത്തിന്റെ അനന്തര ഫലമായ ആ മരണത്തിൽ നിന്ന്, മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ വെളിപ്പാടിൽ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ നീതിമാന്മാരാക്കും. ഹല്ലേലൂയ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, അവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ചെറുതാണെന്ന് കരുതരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഹല്ലേലൂയ 5 വാക്കുകൾ മാത്രമാണെങ്കിലും ആമേൻ പറയണം. ഒന്നിനോട് ചേർന്ന് പറയാൻ തയ്യാറാകും. യേശുവേ, എന്നെ സഹായിക്കണമേ. അതും പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കുടുംബത്തിനായി പ്രത്യേകമായി ഇന്ന് രാത്രി ചില മാതാപിതാക്കൾ അതേ മക്കളെ കുറിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കാം. എന്റെ മകൻ എപ്പോഴാണ് മാറുക? എന്റെ മകൾ എപ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക? എന്റെ കുടുംബത്തിൽ എപ്പോഴാണ് സമാധാനം വരിക? നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു കാര്യം മാത്രം ആമേൻ പറയാനിടയാണ്.
പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് കഴിയാത്തെടുത്ത് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 43:19. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ചിലർക്കായി ദൈവം പുതുവഴി തുറക്കുവാൻ പോകുകയാണ്. ദൈവം പുതുവഴി ഒരുക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നമുക്ക് ചുറ്റും വാട വഴി നിന്നെ വളഞ്ഞ്. യെശയ്യാവ് 43:19. ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികൾ ഒഴുകും. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കുന്നത് മനുഷ്യന് എളുപ്പമല്ല, പക്ഷേ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു മരുഭൂമി പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മുന്നിൽ ഒന്നും കാണുന്നില്ലേ? ദൈവത്തിനൊരു വഴി കാണാം. ഹല്ലേലൂയ. നമ്മൾ കാണാത്തിടത്തും ദൈവം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3:5-6 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇതാണ് ഇന്നത്തെ ജീവിതത്തിന് ആവശ്യം. ഹല്ലേലൂയ. എല്ലാം മനസ്സിലായതിനു ശേഷം വിശ്വസിക്കുക എന്നല്ല, മനസ്സിലാകാത്തപ്പോഴും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം മനസ്സിലാകാത്തപ്പോഴും വിശ്വസിക്കുക, എല്ലാം ശരിയായതിനു ശേഷം ദൈവത്തെ സ്തുതിക്കുക എന്നല്ല, കാര്യങ്ങൾ ശരിയാകുന്നതിന് മുമ്പും ദൈവത്തെ സ്തുതിക്കുക. പ്രിയരെ, ഇന്ന് രാത്രി 3 കാര്യങ്ങൾ ആമേൻ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. പരിശുദ്ധാത്മാവ് ആമേൻ ഇതിനകത്ത് ആമേൻ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ആമേൻ 3 കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ പറയും. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. കർത്താവേ, നിന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കും. എന്റെ മുമ്പിൽ അടഞ്ഞു കാണുന്ന വാതിലുകൾ, എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, കർത്താവേ, ഞാനത് നിനക്ക് തരുന്നു. 2, കാത്തിരിക്കുന്ന പ്രാർത്ഥനകൾ. കർത്താവേ, നിന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കും. 3, എന്റെ നാളെ, കർത്താവേ, എനിക്കറിയാത്ത നാളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എനിക്കറിയത്തില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന്, നാളെ എങ്ങനെ ആ കാര്യം നടത്തുമെന്ന് എനിക്കറിയില്ല കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ 3 കാര്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ആമേൻ ഇടയാകട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഹല്ലേലൂയ. ഹൃദയത്തെ ഏകാഗ്രതമാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഹൃദയം തുറന്നു പറയൂ, കർത്താവേ, അടഞ്ഞ വാതിലുകളെ നോക്കി ഞാൻ തളരുകയില്ല. നീ തുറക്കുന്ന വാതിലിനായി ഞാൻ കാത്തിരിക്കും.
എന്റെ കുടുംബത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ നാളെയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ നിൽക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. വഴി കാണാതെ വിഷമിക്കുന്നവർക്ക് പുതുവഴി കാണിക്കണമേ. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യാശ തരണമേ. മറുപടി വൈകുന്നത് കൊണ്ട് തളർന്നു പോയവർക്ക് വീണ്ടും വിശ്വാസം തരണമേ. രോഗികളായവരെ ഓർക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലുള്ളവർക്ക് വഴി തുറക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാതിലുകൾ തുറക്കണമേ. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ സമയത്ത് നല്ല വഴിയൊരുക്കണമേ. കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അകലച്ചകൾ മാറ്റണം. ഭർത്താവും ഭാര്യയും തമ്മിൽ സ്നേഹവും സമാധാനവും വർദ്ധിക്കട്ടെ. മക്കൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കട്ടെ. കണ്ണീരോടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന ഓർക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് കാണാത്ത വഴികൾ അങ്ങ് കാണുന്നു. ഞങ്ങൾക്ക് അറിയാത്ത നാളെയെ അങ്ങ് അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാവി അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്നു. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. അടഞ്ഞ വാതിലിന് മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവം എന്റെ കൂടെയുണ്ടെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്വ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ രാത്രി ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 ആമേൻ കഴിഞ്ഞ് ആമേൻ 34ാമത്തെ രാത്രി ഹല്ലേലൂയ നാം കേട്ട ദീർഘമായ ആമേൻ ഈ സന്ദേശത്തിന്റെ അകത്ത് നിന്ന് ഒരു വാക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. അടഞ്ഞ വാതിൽ കണ്ടിട്ട് ദൈവത്തെ സംശയിക്കരുത്. ദൈവം തുറക്കുന്ന വാതിൽ വരും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ ആമേൻ, ഹല്ലേലൂയ. അടഞ്ഞ വാതിൽ കണ്ടിട്ട് ദൈവത്തെ സംശയിക്കരുത്. ദൈവം തുറക്കുന്ന വാതിൽ വരും. നമുക്ക് കാണാത്ത വഴിയിലും അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കൂ, കാത്തിരിക്കൂ, വിശ്വസിക്കൂ, മുന്നോട്ട് പോകൂ. നിങ്ങളുടെ വീടുകളിൽ കർത്താവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയട്ടെ. നിങ്ങളുടെ നാളെയിൽ ദൈവത്തിന്റെ കരം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. മാറാനാഥ, എബെനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാലേ. ഹല്ലേലൂയ.
വില്ലടഞ്ഞാലും ഞാൻ തളരില്ല. എൻ യേശുവേ, നിന്നിൽ ഞാൻ വിശ്വസിക്കും. വഴി കാണാതിരുന്നാലും ഞാൻ പേടിക്കില്ല. എൻ കൈ പിടിക്കാൻ നീയുണ്ടല്ലോ. എൻ കണ്ണുനീർ നീ കാണുന്നവനേ, എൻ മൗനം നീ കേൾക്കുന്നവനേ. ഞാൻ കാത്തിരിക്കുന്ന കാര്യം നീ അറിയുന്നു. എൻ ഹൃദയത്തിലെ ഭാരം നീ അറിയുന്നു. തുറക്കേണ്ട വാതിൽ നീ തുറക്കണമേ. പോകേണ്ട വഴിയിൽ നീ നടത്തണമേ. എനിക്കറിയാത്ത വഴിയിലൂടെ പോലും നിൻ കൈ പിടിച്ചു ഞാൻ മുന്നോട്ട് പോകും. എൻ വീടും കുടുംബവും നിനക്കായി തരുന്നു. എൻ മക്കളെ നീ നിൻ കയ്യിൽ ഏൽപ്പിക്കുന്നു. നീ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. നീ സംസാരിച്ചാൽ എൻ ഹൃദയം ശാന്തമാകും. പഴയ വഴികൾ അടഞ്ഞാലും പുതിയ വഴി നീ ഒരുക്കണമേ. നീയേ എൻ വഴി, നീയേ എൻ പ്രത്യാശ, നീയേ എൻ ആശ്രയം. യേശുവേ, നീയേ എല്ലാം. ഞാൻ കാത്തിരിക്കും, ഞാൻ വിശ്വസിക്കും. നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കും.